ബ്രിക്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ബ്രിക്സ് യുഎസ് ഡോളറിന്റെ പവറിനെ ദുർബലപ്പെടുത്തും. എന്തായിരിക്കും ഡൊണാൾഡ് ട്രംപ് ബ്രിക്സിനെ ഭയപ്പെടുന്നത്? ബ്രിക്സ് ശക്തമായ രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇത് വെറും ഒരു രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല, അമേരിക്കയുടെ പവറിനെതിരായുള്ള ശക്തമായ വെല്ലുവിളി കൂടിയാണ്. ലോകം യുഎസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ബ്രിക്സ് ശക്തമായി പ്രവർത്തിക്കുന്നു. അമേരിക്കയ്ക്ക് ഇതൊരു മോശം വാർത്ത മാത്രമല്ല, സാമ്പത്തികമായ ഒരു പേടി സ്വപ്നം കൂടെയാണ്. ഇന്ന് ആഗോള വ്യാപാരത്തിൽ ഏകദേശം 90% ഡോളറിലാണ് നടക്കുന്നത്. ഓയിലും ഫുഡും മാത്രമല്ല, എനർജി വരെ ഡോളറിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ബ്രിക്സ് ഈ സംവിധാനം തകർത്താൽ അമേരിക്കയ്ക്ക് അതിന്റെ പവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സൗദി അറേബ്യ, UAE, ഇറാൻ, ഈജിപ്റ്റ് ആൻഡ് എത്യോപ്യ ഇത്രയും രാജ്യങ്ങൾ ബ്രിക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയും രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലെ തന്നെ ആകെ ജനസംഖ്യയുടെ 46%. അതുപോലെ തന്നെ ആഗോള എണ്ണ ശേഖരത്തിന്റെ 44%, $30 ട്രില്യൺ മേൽ GDP-യും. ഇത് വെറുമൊരു ഗ്രൂപ്പല്ല, ശക്തമായ ഗ്ലോബൽ ബ്ലോക്കാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രിക്സിന്റെ അജണ്ടയിൽ ഉള്ളതെന്ന് നോക്കാം. ഒരു പുതിയ ഗോൾഡ് ബാക്ക്ഡ് കറൻസി, ദേശീയ കറൻസികളായ റുപ്പി, യുവാൻ, റൂബിൾ എന്നിവ ഉപയോഗിച്ചുള്ള ട്രേഡ്, സ്വിഫ്റ്റ് സിസ്റ്റത്തിന് പുറമെയുള്ള ആഗോള പണമിടപാട് സംവിധാനം, IMF, വേൾഡ് ബാങ്ക് എന്നിവയിലേക്കുള്ള ആശ്രയം കുറയ്ക്കുന്ന സ്ഥിതിയിലേക്കാണ് നീക്കം. അതുകൊണ്ടാണ് അമേരിക്ക എല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കുന്നത്. സൗദി അറേബ്യയുടെ പിന്മാറ്റമാണ് അന്തിമ പ്രഹരം. സൗദി അറേബ്യ ബ്രിക്സ് കോയിനിലോ യുവാനിലോ എണ്ണ വ്യാപാരം ആരംഭിച്ചാൽ ഡോളറിന് അതിന്റെ ശക്തമായ പില്ലറുകളിലൊന്നാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ട്രംപിന് നല്ല ബോധ്യമുണ്ട്. അത് ട്രംപിനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. വർഷങ്ങളായുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഭരണത്തിനുള്ള ഒരു തിരിച്ചടിയാണ് ഇത്. ബ്രിക്സ് US ഇല്ലാതെ തന്നെ മറ്റൊരു സാമ്പത്തിക ലോകം സൃഷ്ടിക്കുകയാണ്.